രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് പടപടാന്ന് ശബ്ദം കേൾക്കുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് ഓടി. അപ്പോഴത്തേനും ഒരു വാഹനം നിറച്ചും ബിംബങ്ങളുമായിട്ട് കുറേ ആൾക്കാരും ചുറ്റും കൂടിയിട്ട് ഇങ്ങനെ വാഹനം വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറകെ വെടിക്കെട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. പെട്ടെന്ന് വാതിലും പൊട്ടി മക്കളെ എടുത്തുകൊണ്ട് പെട്ടെന്ന് താഴേക്ക് തന്നെ ഓടി. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ, ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ വിജയദശമിക്കൊന്നും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ കാണാം കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടിയതാണ്. അപ്പോൾ എല്ലാവരും വാഹനത്തിൽ നിന്ന് ഓരോ ബിംബങ്ങളെയും ഇറക്കി സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ സ്റ്റേജ് കിട്ടുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പാർക്കിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് സ്റ്റേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പൂജ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അപ്പുറത്ത് വേറെ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് പരിപാടികളൊക്കെ നടക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഓരോ ബിംബങ്ങളെ ഇറക്കി. ഇപ്പോൾ ലാസ്റ്റിൽ ഇറക്കുന്നതാണ് ദുർഗാദേവി കേട്ടോ. അപ്പം ദുർഗാദേവിയും കൂടെ ഇറക്കി ആ സ്റ്റേജിൻ്റെ താഴെയായിട്ട് എല്ലാം കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളും ഇതൊക്കെ കണ്ടു കുറേ നേരം അവിടെയൊക്കെ ചിലവഴിച്ചു. അപ്പം ഇതിൻ്റെ മുഖംമൂടി ഇന്ന് അഴിക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ മുഖംമൂടിയൊക്കെ നാളെ അഴിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ രാവിലെ മുതലാണ് പൂജ തുടങ്ങുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാം കൊണ്ട് ഇവർ താഴെയാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം ഇതിന് ഈ ബിംബങ്ങളൊക്കെ വെക്കേണ്ട സ്റ്റേജിൻ്റെ പണി ഇങ്ങനെ ഇപ്പുറത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ താഴെ വെച്ച് 2 സ്ത്രീകളാണ് ഇതിന് ചെറിയ പൂജകളൊക്കെ ചെയ്യുന്നത്. അവരിങ്ങനെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ചെറിയ പൂക്കളം കൊണ്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ ചെയ്തു തന്നുണ്ട്. നമുക്കിതൊന്നും അറിയത്തില്ല എന്താ ചെയ്യുന്നതെന്നും. അപ്പോൾ ഇതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പം വൈകുന്നേരമാണ് ഇതൊക്കെ എടുത്ത് സ്റ്റേജിലേക്ക് കയറ്റുന്നതെന്ന് പറഞ്ഞ് കേട്ടത്. അപ്പം വൈകുന്നേരം വീണ്ടും വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങളങ്ങ് വീട്ടിലേക്ക് പോയി. ഈ സ്ത്രീകൾ ഈ പൂജയും കഴിഞ്ഞ് അവരും വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ആരും ഇല്ല, അവരെ കുറച്ച് ജെൻസ് മാത്രം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങി. അതുപോലെ തന്നെ ഞങ്ങളും ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പം ഒരു 6 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞങ്ങൾക്കൊക്കെ പിരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ നോട്ടീസിൽ അതിൽ 6 മണിക്കാണെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളൊരു 6 മണിയാകുമ്പം തിരിച്ചാദ്യം വൈകുന്നേരം എത്തി കേട്ടോ. അപ്പോഴത്തേനും ഈ പ്രതിമകളൊക്കെ ഈ താഴത്തെ സ്റ്റേജിൽ നിന്ന് എടുത്ത് മുകളിലത്തെ സ്റ്റേജിലേക്ക് മാറ്റുന്നതാണ് കണ്ടത്. അപ്പോൾ അന്നേരം ഈ മുഖംമൂടിയൊന്നും അഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ രാവിലെ അഴിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇവർ കുറേ പേര് കൂടി ഇതിനെ സ്റ്റേജിൽ ഓരോ സ്ഥാനത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട് 2 തൂണ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ കയറ്റി വെച്ച് അപ്പം മക്കളെയും കൊണ്ട് കുറേ നേരം ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ അതിലെതിരെയൊക്കെ ഓടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ചെണ്ട മുട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ്റ് ഇട്ടിട്ട് ചെണ്ട മുട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ അയാൾ നല്ല ഉഷാറായിട്ട് കൊട്ടി അയാളും അങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം ഞങ്ങളും ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ബാക്കി കുറേ അലങ്കാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്രേ. പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്രേ.